അപ്പന്റെ ഡ്രൈവിംഗ് സ്കൂൾ എങ്ങനെ ഉണ്ടെന്ന അവിടെ നല്ലൊരു ഡ്രൈവിംഗ് പഠിപ്പിക്കണം. എനിക്ക് തന്നെയാണ് ഹോട്ടലിൽ ബസ്സിലൊക്കെ കയറി ഇറങ്ങി മടുക്കണം. ലൈസൻസ് എടുത്തിട്ട് വേണം ഒരു വണ്ടി എടുക്കാൻ. അതാകുമ്പോ ഓട്ടോയ്ക്കും ബസ്സിനും കാത്തു നിൽക്കാൻ നമ്മളെ ഇഷ്ടം പോലെ ഒക്കെ പോവാല്ലേ ഇവിടെ. ഇപ്പൊ ഒരു വണ്ടി എടുക്കാൻ ഒരു പ്രശ്നമില്ല, പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ലൈസൻസ് എടുക്കാൻ അതെന്തരാണ്? ഇനി ലൈസൻസ് എടുക്കാൻ വേണ്ടി PhD എടുക്കേണ്ടി വരൂ. പരിഷ്കരിച്ച ഡ്രൈവിംഗ് ലൈസൻസ് അതൊക്കെ മേലെയാണെന്നാണ് പറഞ്ഞത്. ഇരുന്നിരുന്നൊരു ലൈസൻസ് എടുക്കാന്ന് വിചാരിച്ചപ്പോ അതും ഇങ്ങനെ ആയ. റോഡിലെ അപകടങ്ങൾ കുറയ്ക്കാനുള്ള ഗതാഗത മന്ത്രിയുടെ പുതിയ ഐഡിയ. അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടി റോഡ് നീളെ ക്യാമറ വെച്ചിട്ട് എന്തായെന്ന കുറഞ്ഞ് വർക്ക് ചെയ്യണ ക്യാമറ. ഇനി ഇവർ എന്തൊരു പരിഷ്കാരമാണ് കൊണ്ടുവരാൻ പോകുന്നത്? ഇഷ്ടംപോലെ പരിഷ്കാരങ്ങളുണ്ട്. അതായത് ഇറക്കത്തിൽ എങ്ങനെ പാർക്ക് ചെയ്യാം, അതൊരു പരിഷ്കാരം. വളഞ്ഞു പോകുന്ന റോഡിൽ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത്, അത് വേറൊരു പരിഷ്കാരം. പിന്നെ വേറൊരു പരിഷ്കാരം ഉണ്ട്. അതായത് ഇനി തൊട്ട് നമ്മുടെ സർക്കാരിന്റെ ലൈസൻസ് നമ്മുടെ പോക്കറ്റിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ തിരക്കുള്ള റോഡിൽ വണ്ടി ഓടിച്ച് ഒന്നാതെ റോഡ് മുഴുവൻ കുണ്ടും കുഴി, അതേപോലെ തിരക്ക്. ഈ ഡ്രൈവിംഗ് ടെസ്റ്റിലുള്ള വണ്ടി കൂടെ കൊണ്ടിറക്കാൻ എന്തരായിരിക്കും അവസ്ഥ? അത് മാത്രമല്ല, 160ഓളം ടെസ്റ്റുകൾ നടത്തിയിരുന്ന സ്ഥാനത്ത് ഇനി 60 ടെസ്റ്റുകൾ നടത്തുന്നു. എന്നാ പിന്നെ വാർത്തയ്ക്ക് പോയി മാറ്റിയോണ്ട് വീട്ടിൽ കണ്ണ് കണ്ടുകൂടാതെ ഇരിക്കുന്ന സമയത്തായിരിക്കും 8 എടുക്കാൻ പിടിക്കണം. പണ്ടങ്ങാണ്ട് നമ്മുടെ ഗതാഗത മന്ത്രി വിദേശ രാജ്യത്ത് പോയപ്പോ കണ്ട ടെസ്റ്റിന്റെ മാതൃകയാണ് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. എന്നാ പിന്നെ വിദേശ രാജ്യത്തുള്ളവരെ റോഡ് കൂടെ പണിയാൻ പറയണ. 3 കിലോമീറ്ററിൽ കുണ്ടും കുഴി. വിദേശ മാതൃക നടപ്പിലാക്കാൻ പറ്റിയ സ്ഥലം. പാവപ്പെട്ട ഡ്രൈവിംഗ് സ്കൂളുകാരെയാണ് ഈ പരിഷ്കാരം ശരിക്കും വെട്ടിലാക്കുന്നത്. ഇതിനെതിരെ അവര് സമരം തുടങ്ങിയിട്ടുണ്ട്. അണ്ണാ, പണ്ട് ഈ മന്ത്രിയല്ലേ അണ്ണ ഇലക്ട്രിക് ബസ് നിർത്തലാക്കാൻ പോണെന്ന് പറഞ്ഞത്? അന്നത് ഏറ്റില്ല. അതുകൊണ്ടാണ് പുതിയ തലവേദനയായിട്ട് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇതും ബാലവടിയിൽ തീരണം, ഓളൊക്കെ കാണണം. ഒന്നാതെ ഇവിടെ പണികളില്ല. വല്ല ലൈസൻസ് എടുത്ത് വല്ല വണ്ടി എടുത്ത് ഓടാന്ന് വിചാരിച്ചാല ഇങ്ങനെയുള്ള കുറെ പരിഷ്കാരങ്ങൾ. ചുമ്മാ അല്ല നാട്ടിലെ പൈതലല്ല വിദേശ രാജ്യത്തേക്ക് പോണത്. ഇവിടെ ഈ പരിഷ്കാരം നേരത്തെ നടപ്പിലാക്കാൻ ഗതാഗത മന്ത്രി ശ്രമിച്ചു നോക്കിയതാണ്. അന്ന് ഭയങ്കര പ്രതിഷേധം വന്നപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഇടപെട്ട് നിർത്തിവെച്ചു. അതല്ല നിയമങ്ങളൊക്കെ നടപ്പിലാക്കിയാലേ കുറച്ച് അപകടങ്ങളൊക്കെ കുറയുമെന്ന് പറയുന്നത് ശരിയല്ലേ? ശരിയല്ല. ഇരിക്കുന്ന ഇരിപ്പില് വാഹനം വെട്ടും കെട്ടും ഗ്യാപ്പും ഒക്കെ ഒരുമിച്ച് നടത്തിയ എന്തിനായിരിക്കും? എല്ലാം കൂടി തലയും കൂടി ഇടിച്ച് വീണ് വാ വളർന്ന് ചാവും. അത് തന്നെയാണ് ഡ്രൈവിംഗ് സ്കൂളുകാരും പറയുന്നത്. ഇത് ഇരിക്കുന്ന ഇരിപ്പിൽ നടപ്പാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ച് സാവകാശം കൊണ്ടുപോയി. പിന്നെ നീ ഇനി ആ ഡ്രൈവിംഗ് സ്കൂളിന്റെ അങ്ങോട്ടെ കുറച്ച് ദിവസം പോകാതിരിക്കുന്നതാണ് നല്ലത്. ഈ കാര്യത്തിനൊരു തീരുമാനം പറയട്ടെ, എന്നിട്ട് പോവാം. വീണ്ടും KSRTC എന്നെ ശരണം. അല്ലണ്ണ, KSRTC നഷ്ടത്തിലാണ് പോകുന്നത്. കേറാൻ ആളില്ല. ഓരോരുത്തരും ലൈസൻസ് എടുത്ത് ഓരോ വണ്ടി എടുത്ത് ഇങ്ങനെ ഓടാൻ തുടങ്ങിയ KSRTC കയറാൻ ആള് വേണ്ടി. നമ്മുടെ ഗതാഗത മന്ത്രി KSRTC ആള് കയറാൻ കാണിച്ചൊരു കുട്ടിയാണെങ്കിലോ ഈ പരിഷ്കാരം